ഹണിറോസിന്റെ പരാതിയെ തുടർന്ന് അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ്. വൈദ്യ പരിശോധനയ്ക്കായിട്ടാണ് കൊണ്ടുപോകുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങളോട് ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിലേക്ക് കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, നിർണായകമായ നടപടികൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എവിടേക്കാണ് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത്? വിഷ്ണു, ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇയാളെ അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകും. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യ പരിശോധന ഇന്ന് നടക്കുക. നേരത്തെ 7:30 ഇന്ന് വൈകിട്ട് 7:30 ഇയാളെ ഈ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ അറസ്റ്റ് നടപടികളിലേക്കെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോവുക. ഇനി ഏതായാലും ഇപ്പോൾ നാളെ ആയിരിക്കും ഇയാളെ കോടതിയിലേക്ക് ഹാജരാക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഏതായാലും ഇപ്പോൾ കുറേ മണിക്കൂറുകളോളം, ഏകദേശം 3 മണിക്കൂറുകളോളം അധികം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് ഏതായാലും ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഈ സമയത്തെല്ലാം തന്നെ ഇയാളിൽ നിന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ളവ കസ്റ്റഡിയിലെടുക്കുകയും ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഈ ബോബി ചെമ്മണ്ണൂരിനെ ഇയാളുടെ വയനാട്ടിലുള്ള എസ്റ്റേറ്റിൽ നിന്ന് പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഇപ്പോൾ വൈകിട്ട് 7 മണിയോടുകൂടി ഇയാളെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയൊരു കൂട്ടം ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ പക്ഷം പിടിച്ച് അല്ലെങ്കിൽ ഇയാളോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ എത്തിയ നിരവധി ആൾക്കാരെയും ഇവിടെ കാണാം. നേരത്തെ ഈ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ച് ഒരുപാട് പേര് ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എത്തിയിരുന്നു. ഇപ്പോൾ ഇയാളെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്തും ഇത്തരത്തിൽ ഇയാൾക്ക് മുദ്രാവാക്യം വിളിച്ച് ഇയാൾക്ക് അഭിവാദ്യം പറഞ്ഞുകൊണ്ട് എത്തുന്ന ആൾക്കൂട്ടത്തെ എന്തായാലും കാണാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂറുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു. യെസ് കിരൺ, നിർണായകമായ നടപടികളാണ് പുരോഗമിക്കുന്നത്. ഹണിറോസിന്റെ പരാതിയെ തുടർന്ന് അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത്. കിരൺ, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ പോയ സംഭവമാണ്. അതിലെ തുടർ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വയനാട് നിന്നാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിർണായകമായ ചില വകുപ്പുകളാണ് ഇത് സംബന്ധിച്ച് കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ നാളെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക, മറ്റ് നിയമ നടപടികൾ ഉണ്ടാകുക. ഒരുപക്ഷെ ഈ ഒരു നിമിഷം കൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നും ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് ജാമ്യത്തിനായി. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടോ ഇപ്പോൾ? വിഷ്ണു, ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ട് നിലവിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ഇത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ്. BNS 75, ഒപ്പം തന്നെ IT ആക്ടിലെ ചില വകുപ്പുകളും. ഈ വകുപ്പുകളൊക്കെ അനുസരിച്ച് ജാമ്യം ഉടനെ ലഭിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വകുപ്പുകൾ തന്നെയാണ് ഇയാൾക്കെതിരായിട്ട് ചുമത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇയാളുടെ നീക്കങ്ങളെ നേരത്തെ തന്നെ പോലീസ് തടയിടുന്നതായിട്ടുള്ള ഒരു സമീപനം തന്നെയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ പരാതി സ്വീകരിച്ചതിന് പിന്നാലെ തന്നെ ഇയാൾ മുൻകൂർ ജാമ്യം തേടുന്നതിന് വേണ്ടി അടക്കമുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. മാത്രവുമല്ല, ഇന്ന് രാവിലെ തന്നെ സംസ്ഥാനം വിടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നതാണ്. സംസ്ഥാനം വിടുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഇയാൾ ഇന്ന് രാവിലെ ഈ കോയമ്പത്തൂരുള്ള ഇയാളുടെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇതിനായിട്ട് വയനാടെത്തി അവിടെ നിന്നും പോവുക എന്നുള്ളൊരു കാര്യത്തിലേക്കായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിച്ചിരുന്നത്. ഇതിനായിട്ട് വയനാട്ടിലെ ഇയാളുടെ
റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പോലീസ് സംഘം എത്തുകയും പിന്നീട് ഇയാളുടെ വാഹനത്തിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇയാൾ സ്വന്തം വാഹനത്തിൽ വരാം എന്ന് പോലീസിനോട് അറിയിച്ചു. കിരൺ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇതുതന്നെയായാലും ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.